കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏത് കോളേജിലാണ് അവസാന റാങ്കുകാർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, ഓരോ കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണ് അവസാനം ലഭിച്ചിരിക്കുന്നത്, അതേപോലെ ഈയവ, മുസ്ലിംസ്, ധീവര എല്ലാ കാറ്റഗറിക്കും അവസാനം ലഭിച്ച റാങ്ക് എത്രയാണ്, അതിൻ്റെ കൂടെ തന്നെ അവിടെ കാറ്റഗറി റാങ്ക് എത്രയായിരിക്കും, അവർക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുണ്ടാവുക, അവിടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരിക്കും. ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അത്ര അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. കൂടെ നിങ്ങളുടെ ഈ കാറ്റഗറി റാങ്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടെ നിങ്ങൾക്ക് വിലയിരുത്താം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് റാങ്ക് ആൻഡ് സെക്കൻഡ് റാങ്ക് കഴിഞ്ഞ വർഷത്തേനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ വീഡിയോയും താമസിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് MBBS നോക്കാം, പിന്നീട് BDS നോക്കാം. MBBSലേക്ക് വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്ക് 746 റാങ്കായിരുന്നു, 680 ആയിരുന്നു ഇവിടെ മാർക്ക് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 7625 കിട്ടിയൊരു കുട്ടിക്കാണ് എറണാകുളം ഗവൺമെൻറ് കോളേജിൽ അവസാനമായിട്ട് അഡ്മിഷൻസ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ പല ആളുകൾക്കും ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും, അവരിവിടെയും കൂടെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടി ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാനിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ വർഷം കേരളത്തിലെ കുട്ടികൾ ആദ്യത്തെ ഹയർ റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലെത്ര ആളുകൾ എയിംസ് അല്ലെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വഴി കേരളത്തിലെ തന്നെ മറ്റ് സീറ്റുകൾ അലോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ കുട്ടികളുടെ ചാൻസ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. മുസ്ലിംസിലേക്ക് വരുന്ന സമയത്ത് 1012 റാങ്കാണ് പോയിരിക്കുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 420 ആയിരുന്നു. അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് 10266 ആയിരുന്നു. 675 ആയിരുന്നു അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. അതായത് 10266 ഓൾ ഇന്ത്യ റാങ്കിൽ കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്കാണ് എന്ത് ചെയ്തത്, ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിരിക്കുന്നത്. ഇനി കോന്നിയിലെ പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് ഈയവ കാറ്റഗറി പോയിരിക്കുന്നത്. അവരുടെ സ്റ്റേറ്റ് റാങ്ക് 1568 കാറ്റഗറി റാങ്ക് 244. ഓൾ ഇന്ത്യ റാങ്ക് അത് 15638 മാർക്ക് 665 പിന്നീട് ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലാറ്റിൻ, അതേപോലെ തന്നെ EWS, ധീവര കമ്മ്യൂണിറ്റികൾക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ഗവൺമെൻറ് കോളേജിലാണ്. ഞാൻ അതിൻ്റെ മാർക്കും കാറ്റഗറി റാങ്കും ഒന്ന് വായിക്കാം. ബാക്ക്വേർഡ് ഹിന്ദു 2082, അവരുടെ കാറ്റഗറി റാങ്ക് 70, ഓൾ ഇന്ത്യ റാങ്ക് 20778, മാർക്ക് 657 ആയിരുന്നു. വിശ്വകർമ്മ 2100 മാർക്ക് 657, കാറ്റഗറി 45, ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 20925. ബാക്ക്വേർഡ് ക്രിസ്ത്യനിലേക്ക് വരുമ്പോൾ 2682 സ്റ്റേറ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നവർക്ക് 650 മാർക്ക്, കാറ്റഗറി റാങ്ക് 16, 26830 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. ലാറ്റിൻ വിഭാഗത്തിലേക്ക് വരുന്ന ക്രിസ്ത്യൻ ലാറ്റിൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ 3014 സ്റ്റേറ്റ് റാങ്ക്, അവരുടെ കാറ്റഗറി 47 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 29632 ആയിരുന്നു. 646 മാർക്കായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. EWSലേക്ക് വരുമ്പോൾ 3059 കിട്ടിയിരിക്കുന്ന ഏകദേശം 646 തന്നെയാണ് മാർക്ക്, 166 കാറ്റഗറി റാങ്കും 29983 ഓൾ ഇന്ത്യ റാങ്കും കിട്ടിയ ഒരാൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ. ധീവര കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴും 6917, 606 മാർക്ക്, 70605 അവരുടെ ഓൾ ഇന്ത്യ റാങ്ക്, 27 അവരുടെ കാറ്റഗറി റാങ്ക്. ഇനി കോന്നിയിലെ പത്തനംതിട്ടയിലാണ് KN കുശവൻ റിലേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. 9950 ആയിരുന്നു അവരുടെ സ്റ്റേറ്റ് റാങ്ക്, 606 മാർക്ക്, 27 അവരുടെ കാറ്റഗറി റാങ്കും, 1,07,531 ഓൾ ഇന്ത്യ റാങ്കിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. SC 11933 കേരള റാങ്കും, 553 മാർക്കും, 129 കാറ്റഗറി റാങ്കും, 1,33,745 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കും ലഭിച്ചവർക്ക് അഡ്മിഷൻ ലഭിച്ചപ്പോൾ കുശവൻ റിലേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ 14423 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 524 മാർക്കാണ്, 1,70,831 റാങ്ക്, 12 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. STയിലേക്ക് വരുമ്പോൾ 21,600 അവരുടെ സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുന്നത്. കാറ്റഗറി റാങ്ക് 29, ഓൾ ഇന്ത്യ റാങ്ക് 3,24,516, മാർക്ക് 426. 680 മാർക്കുള്ള ജനറൽ വിഭാഗക്കാരന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് വരുമ്പം 426 മാർക്കിലാണത് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. 7625 ഒരു ജനറൽ കാറ്റഗറിക്കാരന് ഗവൺമെൻറ് അഡ്മിഷൻ ലഭിക്കുമ്പോൾ 3,24,516 റിസർവ്ഡ് കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ. കേരള റാങ്ക് വരികയാണെങ്കിലോ 746 ജനറൽ കാറ്റഗറിക്കാരന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ
റിസർവ് കാറ്റഗറിക്കാരന് 21,600 അഡ്മിഷൻ ലഭിച്ചിരിക്കും. ഇതാണ് MBBSൻ്റെ ടോട്ടലുള്ള ഒരു അവസ്ഥ. ഈ കോളേജുകളിൽ മെയിനായിട്ട് ഇടുക്കിയും പത്തനംതിട്ട തന്നെയാണ് മോസ്റ്റ് ഓഫ് റിസർവ്ഡ് കാറ്റഗറിയും കയറിയിരിക്കുന്നത്. എറണാകുളത്താണ് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത്. അതിനുശേഷമുള്ള ആളുകളൊന്നും ഇടുക്കിയോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡിൽ പ്രതീക്ഷിക്കാം. ഒരു 746 പോയ സ്ഥിതിക്ക് ഒരു 950 അല്ലെങ്കിൽ 1000 അടുത്തൊക്കെ തന്നെ നമുക്ക് അടുത്തൊരു അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി BDSൻ്റെതും കൂടെ നോക്കാം. ഇതേപോലെ നമുക്ക് BDSൻ്റെ നോക്കാം. BDSലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ കാറ്റഗറിക്കാണ് പോയിരിക്കുന്നത് നോക്കാം. BDSന് സ്റ്റേറ്റ് മെറിറ്റിൽ കണ്ണൂർ പരിയാർ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 4053 ആയിരുന്നു അവരുടെ സ്റ്റേറ്റ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 39,570 636 മാർക്കുള്ള ഒരാൾക്ക് സ്റ്റേറ്റ് റാങ്കിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. 4053 ആയിരുന്നു അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. മുസ്ലിംസിലേക്ക് വരുന്ന സമയത്ത് 4333 അവരുടെ കാറ്റഗറി 770. ഓൾ ഇന്ത്യ റാങ്ക് 42,692 632 മാർക്കുമായിരുന്നു. വിശ്വകർമ്മ ആലപ്പുഴയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 5174 എന്നുള്ള റാങ്കും 1599 എന്നുള്ള കാറ്റഗറി റാങ്കും. ഓൾ ഇന്ത്യ റാങ്ക് 52,048 മാർക്ക് 623 ആയിരുന്നു. കണ്ണൂർ തന്നെ ഈയവ കാറ്റഗറി 5651 186 എന്നുള്ള കാറ്റഗറി റാങ്കിലും ഓൾ ഇന്ത്യ റാങ്കിലേക്ക് വരുമ്പോൾ 57,059 മാർക്ക് 618 ആയിരുന്നു. 72 മാർക്ക് 588 ആയിരുന്നു. ആലപ്പുഴയിലാണ് ബാക്ക്വേർഡ് ഹിന്ദു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 8750 ആയിരുന്നു സ്റ്റേറ്റ് റാങ്ക്. 92 കാറ്റഗറി റാങ്ക് മാർക്ക് 587. 92,247 ഓൾ ഇന്ത്യ റാങ്കും 587 മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 10,478 സ്റ്റേറ്റ് റാങ്കും 1,13,998 ഓൾ ഇന്ത്യ റാങ്കും 569 മാർക്കിലും അഡ്മിഷൻ ലഭിച്ചു. അവരുടെ കാറ്റഗറി 109 ആയിരുന്നു. കാറ്റഗറി കാണാൻ സാധിക്കുന്നുണ്ടാവും. കണ്ണൂരാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ലാറ്റിൻ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ 11,119 എന്നുള്ള സ്റ്റേറ്റ് റാങ്കിലേക്കും 1,22,541 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കിലേക്കും 562 മാർക്കിലേക്കും 55 കാറ്റഗറിയിൽ അവസാനിച്ചു. ധീവര കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് 14,895 എന്നുള്ള സ്റ്റേറ്റ് റാങ്കിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അത് 1,78,432 ഓൾ ഇന്ത്യ റാങ്കും 519 മാർക്കുമായിരുന്നു. SC 16,808 24 അവരുടെ കാറ്റഗറി റാങ്ക്. 2,12,359 ഓൾ ഇന്ത്യ റാങ്ക് 495 മാർക്കിലും. കുശവൻ റിലേറ്റഡ് 16,881 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലും 2,13,669 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കിലും 494 മാർക്കിലും അഡ്മിഷൻ ലഭിച്ചപ്പോൾ കുടുംബി 21,373 സ്റ്റേറ്റ് റാങ്ക് 3,18,630 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക് 429 മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ST അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 25,982 എന്നുള്ള സ്റ്റേറ്റ് റാങ്കും 4,71,390 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കിലും 355 മാർക്കിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതായത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ഒരു ജനറൽ കാറ്റഗറിക്കാരന് 4,053 കിട്ടിയപ്പോൾ റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് അത് 25,982 ഓൾ ഇന്ത്യ റാങ്ക് 39,570 കിട്ടിയപ്പോൾ അത് റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് 4,71,390 636 മാർക്കിൽ ഒരു സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയപ്പോൾ 355 മാർക്കിൽ റിസർവ്ഡ് കാറ്റഗറിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർവേഷൻ അനുസരിച്ചിട്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചില ആളുകൾക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് അയ്യോ 495 കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നല്ലോ, എനിക്കും അങ്ങനെ അഡ്മിഷൻ ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവരുടെ കാറ്റഗറി നോക്കുക. കാറ്റഗറിയിൽ 92-55 ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SCയിലേക്ക് വരുന്ന സമയത്ത് 495 മാർക്കുള്ള ഒരാൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അയാളുടെ റാങ്കോ 16,808 പക്ഷേ അവരുടെ കാറ്റഗറി 31 ഉള്ളൂ. അതായത് അത്രയും ആളുകൾ വരുന്ന സമയത്ത് SCക്കാരാകെ 31 പേരെ എക്സാമിനേഷൻ എഴുതിയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ റിസർവേഷനിലേക്ക് ആനുപാതികമായിട്ട് അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാവും, അതിനനുസരിച്ചായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഇത്രയാണ് ഇതിൽ വിശദമായിട്ട് പറയുന്നത്. ഇനി ഇതല്ലാതെ നമുക്കൊരു നിങ്ങളുടെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലെ സാധ്യതകൾ വിലയിരുത്തിയ വീഡിയോസ് നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.